ഹലോ, ഞാൻ ലിബില്ലി. അപ്പൊ ഞാൻ എന്നൊരു സിനിമ കണ്ടു, മരണമാസ്. അത് ബേസിൽ ജോസഫ് നായകനായ സിനിമ. പടം ഒരു ഗംഭീര ഒരു കോമഡി പടം, അങ്ങനെ വേണം പറയാൻ. പടം പിടിച്ചെന്ന് പറഞ്ഞാൽ അത് സിജു സണ്ണി പുള്ളിയാണ് പടം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. സിജു സണ്ണി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വാഴ സിനിമയിലൊക്കെ ഉള്ള ഒരു നല്ല റോള് ചെയ്തങ്ങനെ ഒരു പുള്ളിയാ. വാഴയിലുണ്ട്, പിന്നെ ഗുരുവായൂരമ്പലം നട, അങ്ങനത്തെ കുറെ പടങ്ങളിൽ ഉണ്ട്. പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിൽ ജോസഫിനെ കൂടാണ്ട് ഇതിൽ കുറേ താരങ്ങളുണ്ട് കേട്ടോ. അതായത് ഈ രാജേഷ് മാധവ് എന്ന് പറഞ്ഞു, അതെന്ന് പറഞ്ഞാൽ മറ്റേ എന്നാ താൻ കേസുകളില് കൊടുക്കുന്ന പടത്തിലുള്ള ആ ഓട്ടോ ഡ്രൈവർ. പിന്നെ അതേപോലെ തന്നെ സുരേഷ് കൃഷ്ണ, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു കോമഡി കലർന്ന ഒരു റോളാണ് ചെയ്തേക്കണം. പുള്ളിക്കാരനൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാബു ആന്റണി പിന്നെ പുള്ളിക്കാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ടാണ് പടത്തിൽ വന്നത്. പുള്ളിക്കാരനും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ധീരജ് അങ്ങനത്തെ കുറെ ആക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. എന്തൊക്കെ പറഞ്ഞാലും ഒരു തിയേറ്ററിൽ കയറി നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ് മരണമാസ്. പിന്നെ ബേസിൽ ജോസഫിന്റെ ഒക്കെ ആ പെർഫോമൻസും കാര്യങ്ങളും പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം പുള്ളി ഓരോ പടത്തിലും ഓരോ രീതിയിലാണ് പുള്ളിക്കാരെ കോമഡി ചെയ്യുന്നത്. അത് തിയേറ്ററിൽ നിന്ന് ഒരു ഡീസന്റ് ആയിട്ട് കണ്ടിറങ്ങാവുന്ന ഒരു പടമാണ് മരണമാസ്. പിന്നെ പടത്തില് ഒരു സീരിയൽ കില്ലറൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ രസമായിട്ട് നല്ല ഒരു എങ്ങനെ കോമഡി കലർന്ന ഒരു രീതിയിലാണ് പടം ചെയ്തിട്ടുണ്ട് മൊത്തത്തില്. എന്തായാലും നല്ലൊരു പടമാണ്. പിന്നെ പടത്തില് പാട്ടുകളൊന്നും എനിക്ക് അത്ര സ്ട്രൈക്ക് ചെയ്തില്ല. പാട്ടുകൾ ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, ഇല്ലെന്ന് വേണം എനിക്ക് തോന്നുന്നു. കാരണം ഓർമ്മയില്ല. കാരണം ഇന്നിപ്പോ വേറെ പടങ്ങൾ കണ്ടു, അത് കാരണമായിരിക്കും ചിലപ്പോ ഓർമ്മയില്ലാത്തത്. എന്തായാലും പടം ഒരു കോമഡി പടമാണ്. അതൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്. എന്തായാലും കണ്ടു നോക്കും.